ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് OET സ്പീക്കിംഗ് മൊഡ്യൂളിനെ കുറിച്ചാണ്. അപ്പൊ ഇതിന് മുന്നേയുള്ള വീഡിയോകളിൽ നമ്മൾ ലിസണിങ് അതുപോലെ തന്നെ റീഡിംഗ് ഈ രണ്ട് മൊഡ്യൂളിനെ കുറിച്ചും ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ടിപ്സ്, ട്രിക്സ്, അതിന്റെ സ്ട്രക്ചർ എല്ലാം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം കേട്ടോ. എന്തായാലും അത് OET സെൽഫ് സ്റ്റഡി ചെയ്യാൻ പോകുന്ന ഒരുവിധം എല്ലാവർക്കും വളരെ ഈസി ആയിരിക്കും, അത് യൂസ്ഫുൾ ആയിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ റൈറ്റിംഗ് മൊഡ്യൂളിന്റെ ഡിസ്കഷൻ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിന്റെ സ്ട്രക്ചറും അതുപോലെ ടൈം മാനേജ്മെന്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാം, ഈ 4 മൊഡ്യൂളില് റൈറ്റിംഗ് ആണ് ഒത്തിരി വാസ്റ്റ് ആണ്. അതുകൊണ്ട് റൈറ്റിംഗ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനാണ് ആദ്യം കരുതിയത്. അപ്പൊ പലരുടെയും റെക്കമെൻഡേഷൻ കാരണമാണ് ഞാനിപ്പോ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പീക്കിംഗ് ടിപ്സും അതുപോലെ ക്രൈറ്റീരിയനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ തരാമെന്ന് കരുതി ഇൻ ബിറ്റ്വീൻ നമുക്ക് റൈറ്റിംഗും ഞാൻ ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും കാണുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് മൊഡ്യൂളിൽ ഒരുവിധം എല്ലാവർക്കും ഇതൊരു റിയൽ സിനാരിയോ ആണ് അല്ലെ. ബാക്കി 3 മൊഡ്യൂളിനെ അപേക്ഷിച്ച് സ്പീക്കിംഗ് മൊഡ്യൂളിനാണ് നമുക്ക് കൂടുതൽ ടെൻഷൻ വരുന്നത്. ബാക്കി 3 മൊഡ്യൂൾ നമ്മൾ തന്നെ ഇരുന്ന് നമ്മൾ പെന്നും പെൻസിലൊക്കെ യൂസ് ചെയ്ത് തന്നെ ഇരുന്ന ടെസ്റ്റുകളാണ്. ഇവിടെ നമ്മളൊരു എക്സാമിനർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവല് കുറവായിരിക്കും. അത് എല്ലാവരും ഒരു ടെൻസ്ഡ് ആയിരിക്കാം, ആങ്ഷ്യസ് ആയിരിക്കാം. അപ്പൊ ആ ഒരു പ്രോബ്ലം ഒഴിച്ചാൽ സ്പീക്കിംഗ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒത്തിരി ഈസിയാണ്. അതുപോലെ തന്നെ ബി ഗ്രേഡ് അറ്റൈൻ ചെയ്യാനായിട്ട്, അതായത് റിക്വയർഡ് സ്കോർ എന്ന് പറയുന്നത് നമുക്ക് ബി ഗ്രേഡ് ആണ് അല്ലെ. അപ്പൊ അത് അറ്റൈൻ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് സ്പീക്കിംഗ് മൊഡ്യൂള്. അപ്പൊ ഇതുവരെയും എക്സാം അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് സ്പീക്കിംഗ് മൊഡ്യൂൾ എക്സാമിനേഷൻ ഡേയിലെന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എല്ലാ കാൻഡിഡേറ്റ്സിനും ആ എക്സാമിനേഷൻ ഡേയിൽ ഒരു ടൈം അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും, സ്പീക്കിങ്ങിനുള്ള ടൈം. അപ്പൊ ആ ടൈമിലാണ് നമ്മൾ നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ എക്സാമിനർ, അതായത് ഇൻവിജിലേറ്റർ അല്ലെങ്കിൽ ഇന്റർലോക്യൂട്ടർ എന്ന് പറയും, ആള് നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു വാമപ്പ് സെക്ഷൻ ഉണ്ട്. അപ്പൊ ഈ വാമപ്പ് സെക്ഷനിൽ നിങ്ങൾ എന്തായാലും വാമപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു 1 to 25 ക്വസ്റ്റ്യൻസോളാണ് സാധാരണ. സെയിം ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ വാമപ്പ് ക്വസ്റ്റ്യൻസിന് മാത്രമായിട്ട് നമുക്ക് ഇടാം കേട്ടോ. അപ്പൊ ആ വാമപ്പ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ അത് അത്രയ്ക്കും നെഗ്ലക്ട് ചെയ്യരുത്. കാരണം ആ വാമപ്പ് സെക്ഷനിൽ നമ്മളുടെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കും അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പെർഫോം ചെയ്യുക. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കിപ്പോ വാമപ്പ് ക്വസ്റ്റ്യനിൽ ഒരു ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ റിയൽ റോൾ പ്ലേകള് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരാം. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം വാമപ്പ് സെക്ഷനിൽ വളരെയധികം കോൺഫിഡന്റ് ആയിരിക്കണം. അത് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുകയും വേണം. അപ്പൊ ഈ വാമപ്പ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ എക്സാമിനർ പറയും നിങ്ങളുടെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റോൾ പ്ലേ റെക്കോർഡിംഗ് ചെയ്യാൻ പോവുകയാണ് അവർ ഇൻഫോം ചെയ്യും കേട്ടോ. അതിനുശേഷം അവർ നമുക്ക് റോൾ പ്ലേ കാർഡ് തരും. അതിനകത്ത് അവർ പറയും യു ക്യാൻ പ്രിപ്പയർ ഫോർ 3 minutes, അതായത് 3 minutes പ്രിപ്പറേഷൻ ടൈം തരും. ആ ടൈമില് നമുക്കൊരു പെൻസിൽ യൂസ് ചെയ്ത് വേണമെങ്കിൽ, പലരും പല തരത്തിലാണ് ചെയ്യുന്നത്. ചിലവര് പോയിന്റ്സ് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പോയിന്റ്സ് ജസ്റ്റ് എഴുതുന്നവരുണ്ട്, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്താലും മതി. ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊരു പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിക്ക് നമ്മൾ ജസ്റ്റ് ഓക്കെ ഇപ്പൊ ഡയറ്റ് ഉണ്ട്, എക്സസൈസ് ഉണ്ട്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം. ഇങ്ങനെ 2 തരത്തിലും ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഒന്നും എഴുതി വെക്കാത്തവരുണ്ട് കേട്ടോ. ഡയറക്റ്റ് അതിനകത്ത് നോക്കി സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ഇൻ ബിറ്റ്വീൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ കൂടിയും നമുക്ക് ഇൻ ബിറ്റ്വീൻ ഈ റോൾ പ്ലേ കാർഡിലേക്ക് നമുക്ക് നോക്കാം. ജസ്റ്റ് എപ്പോഴും നോക്കിയിരിക്കുകയല്ല, നമുക്ക് ഐ കോണ്ടാക്ട് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ജസ്റ്റ് ഓക്കെ ഏത് പോയിന്റ് ആണ് നെക്സ്റ്റ് പറയാനുള്ളത് എന്നത് നമുക്ക് നോക്കാവുന്നതാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ 3 minutes ഫസ്റ്റ് റോൾ പ്ലേക്ക് 3 minutes പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 4 to 5 minutes ആണ് നമുക്ക് സ്പീക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ ഒത്തിരി നന്നായിട്ട് സംസാരിച്ചാലും ചിലപ്പോൾ ചില എക്സാമിനേഴ്സ് ഒരു 3 minutes ഒക്കെ കഴിയുമ്പോഴത്തേനും ഓക്കെ ദിസ് ഇസ് ദ എൻഡ് ഓഫ് യുവർ ഫസ്റ്റ് റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ്സ് റൈസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അത് ചിലപ്പോൾ നന്നായിട്ടുണ്ടായിരിക്കാം, നല്ലതായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് എക്സാമിനർ അങ്ങനെ ആയിരിക്കാം എല്ലാവരുടെ അടുത്തും. അതുകൊണ്ട് ടെൻസ്ഡ് ആവാതെ നെക്സ്റ്റ് റോൾ പ്ലേ ഓക്കെ അവർ തന്നെ പറയും നെക്സ്റ്റ് 3 minutes പ്രിപ്പറേഷൻ തരും, നമ്മുടെ സെക്കൻഡ് റോൾ പ്ലേ കാർഡ്.
അപ്പൊ അത് ഇതുപോലെ തന്നെ 3 മിനിറ്റ്സിൽ പ്രിപ്പയർ ചെയ്തതിനു ശേഷം 4 to 5 മിനിറ്റ്സ് സ്പീക്ക് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് ആക്ച്വലി ഈ സ്പീക്കിങ്ങിന് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി കോൺഫിഡന്റ് ആയിട്ട് ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ടെൻഷനൊന്നും ഇല്ലാതെ നല്ല ഫ്രീ ആയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട്. അതുപോലെ എക്സാമിനറായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഒന്നും അറിയാത്ത ഒരു പേഷ്യന്റിനോട് സംസാരിക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നു, ആ ഒരു രീതിക്ക് മാത്രമേ നിങ്ങൾ അതിന് കാണാവൂ. എന്നാൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ആ ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൈറ്റിംഗ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് നല്ലൊരു മാർക്സ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഇവാലുവേഷൻ ക്രൈറ്റീരിയയെ കുറിച്ച് നന്നായിട്ട് അറിയണം, അല്ലെ? അല്ലെങ്കിൽ ആ ഇവാലുവേറ്റർ എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ഇഫക്റ്റീവായിട്ട് നമ്മളുടെ പെർഫോമൻസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ ലെറ്റ്സ് ഡിസ്കസ് സ്പീക്കിംഗ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. അപ്പൊ സ്പീക്കിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഇതിനെ ഇവര് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ ഈ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് സ്കിൽസിലെ ഒരു 4 ഫാക്ടേഴ്സ് ആണ് അവർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് ഈ 4 ഫാക്ടേഴ്സിനും 6 മാർക്സ് ആണ്. ഈച്ച് ഫാക്ടേഴ്സിനും 6 മാർക്സ് ആണ് അവർ കൊടുക്കുന്ന മാർക്ക്. അപ്പൊ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇന്റലിജിബിലിറ്റി. ഇന്റലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഇവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ആണ്. അപ്പൊ പ്രൊനൗൺസിയേഷൻ കേൾക്കുമ്പോൾ ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ പ്രൊനൗൺസിയേഷൻ ചേഞ്ച് ചെയ്യണമെന്നോ അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആവണമെന്നോ അല്ലെങ്കിൽ ശരിക്കും ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കണമെന്നോ ഒന്നുമില്ല. നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ അവർക്ക് മനസ്സിലാവണം, ക്ലിയർ ആയിരിക്കണം, ഓഡിബിൾ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആയിട്ട് വേണം സംസാരിക്കാനായിട്ട്. അപ്പൊ ഇന്റലിജിബിലിറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലുവൻസി. ഓക്കെ, അപ്പൊ ഫ്ലുവൻസിയില് ഇപ്പൊ ചില കുട്ടികളുണ്ട് ഒത്തിരി ഫ്ലുവന്റ് ആയിരിക്കും. ഓക്കെ, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന കുട്ടികൾക്കും ചില സമയത്ത് ബി ഗ്രേഡ് കിട്ടാതെ വരാം. അതിനുള്ള മെയിൻ കാരണം ഒത്തിരി സ്പീഡി ആവരുത്. ഓക്കെ, ടു സ്പീഡ് അതുപോലെ ടു സ്ലോ ആവാൻ പാടില്ല. നമ്മളൊരു മോഡറേറ്റ് പേസിലാണ് പോകേണ്ടത്. ഫ്ലുവന്റ് ആയിരിക്കണം, അതേസമയം തന്നെ ഒരു മോഡറേറ്റ് പേസ് നമ്മൾ കീപ്പ് ചെയ്യണം. പോസ് കൊടുക്കേണ്ടടുത്ത് പോസ് ചെയ്യണം. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് പോസസ് ആൻഡ് പേസസ്. ഓക്കെ, ഓരോന്നും കഴിഞ്ഞ് അതിന് കൊടുക്കേണ്ട സമയം കൊടുത്ത് മോഡറേറ്റ് സ്പേസിൽ സംസാരിച്ചാൽ എങ്കിൽ മാത്രമേ നമ്മൾ മുന്നിലിരിക്കുന്ന ആൾക്ക് നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് എഫക്റ്റീവായിട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഫ്ലുവൻസിയിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒത്തിരി ഫ്ലുവന്റ് ആവണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, മോഡറേറ്റ് പേസ്. അതായത് പോസ് ഇടുന്നിടത്ത് പോസസ് ഇട്ട് ഒത്തിരി സ്ലോയോ അല്ലെങ്കിൽ ഒത്തിരി ഫാസ്റ്റോ ആവാതെ ഒരു മോഡറേറ്റ് സ്പീഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. തേർഡ് വൺ എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ റൈറ്റിംഗിൽ നമ്മളതൊരു ക്രൈറ്റീരിയ ആണ്, അല്ലെ? അപ്പൊ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മെഡിക്കൽ ടേംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതായത് നമ്മൾ ഇത്രയാണ് ചിന്തിക്കുന്നത്, നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു എക്സാമിനർ മേ ബി അവർ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിരിക്കാം, അല്ലാത്തതായിരിക്കാം. പക്ഷെ നമ്മുടെ മുന്നിലിരിക്കുന്ന എന്താണ്? ഒന്നും അറിയാത്തൊരു പേഷ്യന്റ് ആണ്. ഓക്കെ, ആ പേഷ്യന്റിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. പേഷ്യന്റിന് അറിയാത്ത മെഡിക്കൽ ടേംസ് ഒക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് അല്ലാതെ വരും. അപ്പൊ നിങ്ങൾ മാക്സിമം മെഡിക്കൽ ടേംസ് അവോയ്ഡ് ചെയ്യുക. സാധാരണ ഒരു ആൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ അത്രയും സിമ്പിൾ ലാംഗ്വേജിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അപ്പോൾ അപ്രോപ്രിയേറ്റ്സ് ഓഫ് ലാംഗ്വേജിൽ നിങ്ങൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒത്തിരി കടുകട്ടി വേർഡ്സ് അല്ലെങ്കിൽ ഒത്തിരി മെഡിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. സിമ്പിൾ ആയിട്ട് മുന്നിലിരിക്കുന്ന ആൾക്ക് നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. അത് അവിടെയാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് റിസോഴ്സസ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ. ഓഫ് കോഴ്സ് ഗ്രാമർ ഇവിടെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴായാലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ സ്ട്രക്ചറിങ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ നമ്മൾ കൊടുക്കുമ്പോൾ എക്സ്പ്ലനേഷൻസ്, അവിടെ എല്ലാം നമ്മൾ ഗ്രാമർ നന്നായി ശ്രദ്ധിക്കണം. അത് നമ്മൾ ബൈ പ്രാക്ടീസ് മാത്രമാണ് നമുക്കത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇടണം, ചോദിക്കണം, എങ്ങനെയാണത് കറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഗ്രാമർ. ദെൻ നെക്സ്റ്റ് വൺ വന്നു ഇതിനകത്ത് തന്നെ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഓഡിയോ റെക്കോർഡഡ് അല്ലേ, അല്ലാതെ വീഡിയോ റെക്കോർഡിംഗ് അല്ലല്ലോ. അല്ല, ഓഡിയോ റെക്കോർഡിംഗ് തന്നെയാണ്. പക്ഷെ ഇവിടെ എക്സ്പ്രഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്.
അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ നമ്മൾ എക്സ്പ്രഷൻ ഇടുമ്പോ, ഇപ്പൊ നമ്മുടെ കയ്യില് അല്ലെങ്കിൽ കയ്യിലെ ആക്ഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹാപ്പി മൊമെന്റ് ആണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതായത് സാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അപ്പൊ അപ്പോഴും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ. അപ്പൊ ഈ എക്സ്പ്രഷൻ അനുസരിച്ച് നമ്മുടെ വോയിസ് മോഡുലേഷൻ, അതുപോലെ സ്ട്രെസ്, വേർഡ് സ്ട്രെസ്, എവിടെയാണ് സ്ട്രെസ് ഉണ്ടാവും, അതെല്ലാം വ്യത്യാസം വരുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല. നമ്മുടെ ടോണ്, നമ്മുടെ വോയിസ്, അതിന്റെ മോഡുലേഷൻസ്, അതുപോലെ സ്ട്രെസ് ചെയ്യേണ്ട വേർഡ്സ് എല്ലായിടത്തും ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ആ എക്സ്പ്രഷൻ ഇടുമ്പോൾ, ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് ആയിക്കോട്ടെ, എനിവേ എന്തായാലും എക്സ്പ്രഷൻസ് ഇടുമ്പോൾ നമ്മുടെ സ്പീക്കിങ്ങിൽ അത് എഫക്റ്റീവ്നെസ് കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എക്സ്പ്രഷൻസും വേണം, അതുപോലെ തന്നെ ഗ്രാമറും നോക്കണം. അപ്പൊ ഇത്രയാണ് ഈ 4 ഫാക്ടേഴ്സ് ആണ് ലിംഗ്വിസ്റ്റിക് സ്കിൽസിൽ വരുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയും, അതും അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്കിൽസ് എന്നും ഇതിനെ പറയും കേട്ടോ. അപ്പൊ ഇതിനകത്ത് വരുന്ന 5 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഈ 5 ഫാക്ടേഴ്സിൽ നമ്മൾ 3 മാർക്സ് ആണ് അവര് കൊടുക്കുന്നത്. മറ്റേതില് നമ്മുടെ ലിംഗ്വിസ്റ്റിക് സ്കിൽസിലെ 6 മാർക്സ് ഈച്ച് ഫാക്ടർ, ഇവിടെ 3 മാർക്സ് ഈച്ച് ഫാക്ടർ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ ആ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ പേഷ്യന്റ് നിങ്ങളിൽ വിശ്വസിച്ച്, അല്ലെങ്കിൽ നിങ്ങളും ആ പേഷ്യന്റും തമ്മിൽ നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ ആദ്യം വേണ്ട ഫാക്ടർ എന്ന് പറയുന്നത് നല്ലൊരു റിലേഷൻഷിപ്പ്. അതായത് അവർ നമ്മൾക്ക് അതിനനുസരിച്ച് നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ ട്രസ്റ്റ് വേണം, അല്ലെ, അല്ലെങ്കിൽ അവർ നമ്മൾ കേൾക്കാനുള്ള ഒരു മനസ്സ് വേണം. ആ ഒരു റിലേഷൻഷിപ്പാണ് ഫസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് പോലെയല്ല, ഇതിനകത്ത് നമ്മൾ ഓരോ ഫാക്ടേഴ്സും ഇൻ ഡെപ്തിൽ മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ നമുക്ക് മാർക്സ് നന്നായിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് എബിലിറ്റി ടു സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ. ഇവിടെ അത് ചിന്തിക്കേണ്ടത്, നമ്മളിപ്പോ ആരാണോ കാൻഡിഡേറ്റ്, അത് നമ്മുടെ എക്സാമിനി ആരാണോ അവരാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാൻഡിഡേറ്റ് ആണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ആ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള എബിലിറ്റി എന്തായാലും വേണം, അങ്ങനെ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ. അപ്പൊ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എബിലിറ്റി ടു സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ. സെക്കൻഡ് വൺ, ബി അറ്റന്റീവ്. ബി അറ്റന്റീവ് എന്ന് പറയുമ്പോൾ എന്താ, പേഷ്യന്റിനെ നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യണം, അല്ലെങ്കിൽ ബി എ ഗുഡ് ലിസണർ എന്നും പറയാം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് പറയാണ്, സിസ്റ്റർ ഐ ഹാവ് ഫീവർ ഫോർ ദ ലാസ്റ്റ് 3 days. ഓക്കെ, അങ്ങനെ ഓൾറെഡി പറഞ്ഞ ഒരു പേഷ്യന്റിന്റെ അടുത്ത് അഗെയിൻ നമ്മൾ ചോദിക്കാണ് ഹൗ ലോങ് ആർ യു ഹാവിംഗ് ഫീവർ. അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഓൾറെഡി പേഷ്യന്റ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ 3 ദിവസമായിട്ട് പനിയാണ്. ദെൻ അഗെയിൻ ചോദിക്കാൻ എത്ര നാളായിട്ട് ഫീവർ ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ അവരെ കേട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കിയില്ല, നമ്മളൊരു ഗുഡ് ലിസണർ അല്ലായിരുന്നു, അല്ലെങ്കിൽ അവർ അറ്റന്റീവ് ആയിരുന്നില്ല നമ്മള്. ഓക്കെ, അതാണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പേഷ്യന്റ് തന്ന ഇൻഫർമേഷൻ അഗെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഇടാതിരിക്കാം. ഓക്കെ, അപ്പൊ ബി അറ്റന്റീവ്. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് ഇതിനകത്ത് ബി നോൺ ജഡ്ജ്മെന്റൽ. അതെന്താ, പേഷ്യന്റ് നമ്മൾ ജഡ്ജ്മെന്റൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക, അവരെന്നെ കുറ്റപ്പെടുത്താതിരിക്കുക. അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു പേഷ്യന്റ് ഇപ്പം ഓവർ വെയിറ്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്തപ്പം പേഷ്യന്റ് പറയുന്നുണ്ട് വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് എക്സസൈസസ് ഒന്നും ചെയ്യാറില്ല. അപ്പൊ നമ്മൾ പറയാണ് ഓക്കെ, നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല, എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും വെയിറ്റ്. അങ്ങനെ നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതുകൊണ്ട് ബി നോൺ ജഡ്ജ്മെന്റൽ. നെക്സ്റ്റ്, ഷോ എംപതി. ഷോ എംപതി എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു മദർ കൺസേൺ അബൌട്ട് ഹെർ ബേബി, അങ്ങനെയാണ് നമുക്ക് നമ്മുടെ സിനാരിയോ അതാണെന്ന് വിചാരിക്കും. അപ്പൊ ആ പേഷ്യന്റിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ആ മദറിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഞാനൊരു മദർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാനായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ എന്റെ ഫീലിങ്സ് എന്തായിരിക്കും. അങ്ങനെ പേഷ്യന്റ് സൈഡിൽ നിന്ന് നമ്മൾ ഫീൽ ചെയ്ത് വേണം സംസാരിക്കാനായിട്ട്. അതാണ് ഷോ എംപതി. അപ്പൊ മാത്രമേ നമുക്ക് എംപതറ്റിക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ തന്നെയാണ് ഈ എല്ലാ ഫാക്ടേഴ്സും വരുന്നത്. കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളാണ്, നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം, അതുപോലെ തന്നെ അറ്റന്റീവ് ആയിരിക്കണം. നെക്സ്റ്റ്, ഷോ എംപതി. അപ്പൊ ഈ 4 ഫാക്ടേഴ്സ് ഈ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ക്ലിനിക്കൽ സ്കിൽസിലെ ഫസ്റ്റ് ഫാക്ടർ കഴിഞ്ഞു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് ദ പേഷ്യൻസ് പെർസ്പെക്റ്റീവ്. ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് നമ്മൾ പേഷ്യന്റ് ക്യൂസ്. അത് പേഷ്യന്റ് ക്യൂസ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ, ഇപ്പൊ പേഷ്യന്റിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെ, ഒത്തിരി ആൻഷ്യസ് ആണ് അല്ലെങ്കിൽ ടെൻസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ചോദിക്കാം, നമുക്ക് വൈ ആർ യു ലുക്കിംഗ് സോ ആൻഷ്യസ്, ഓക്കെ, ഇസ് ദർ എനിത്തിങ് ബോതറിംഗ് യു, വാട്ട് ഹാപ്പൻ, അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല. അപ്പൊ പേഷ്യന്റിന്റെ ക്യൂസ് മനസ്സിലാക്കി, ഇപ്പൊ പേഷ്യന്റ് സന്തോഷത്തിലാണെങ്കിൽ സന്തോഷത്തിലാണ്, അപ്പൊ അത് യൂസ് ചെയ്യുന്ന
ഒരു കാര്യമാണ് ഇതിനകത്ത് വരുന്നത്, ഫസ്റ്റ് ഫാക്ടർ വരുന്നത്. സെക്കൻഡ് വൺ, എക്സ്പ്ലോർ ദ പേഷ്യൻസ് ഐഡിയാസ് ആൻഡ് കൺസേൺസ്. അതിൽ പേഷ്യന്റിന് ഇപ്പൊ എന്തിനാണോ വന്നത് അതിനെ കുറിച്ച് പേഷ്യന്റ് വല്ല ഐഡിയ ഉണ്ടോ, എന്തായിരിക്കാം അതിനുള്ള. ഇപ്പൊ ഒരു പേഷ്യന്റ്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പേഷ്യന്റിന് ഇപ്പൊ വീസിംഗ് ആണെന്ന് കരുതും. ഓക്കെ, വീസിംഗ് ആണെങ്കിൽ നമുക്ക് ചോദിക്കാം, വാട്ട് ഡു യു തിങ്ക്, വാട്ട് മേ ബി ദ റീസൺ ഫോർ ദിസ്. ഓക്കെ, അപ്പൊ ആ പേഷ്യന്റ് ഓൾറെഡി വീസിംഗ് വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ ബിസിനസ് വരാനുള്ള കാര്യം എന്താണ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്, പ്രീ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ. അപ്പൊ പേഷ്യന്റ് കൺസേൺസും ഐഡിയാസും ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് സെക്കൻഡ് ഫാക്ടേഴ്സിൽ വരുന്നത്. ഇനി ക്ലിനിക്കൽ സ്കിൽസ് തേർഡ് ഫാക്ടർ വന്നത് പ്രൊവൈഡിങ് എ സ്ട്രക്ചർ. അത് നമ്മൾ റൈറ്റിംഗിലും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ നമ്മളാണ് ഇതൊരു ലോജിക്കൽ ഫ്ലോ നന്നായിട്ട് ഒരു കഥ പോലെ നമ്മൾ ലെറ്റേഴ്സ് എഴുതി അല്ലെ, അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു കണക്ട് ചെയ്ത് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇടാനായിട്ട്. ഇപ്പം ചില സ്റ്റുഡൻസ് ഉണ്ട് പെട്ടെന്ന് ടെൻസ്ഡ് ആയിട്ട് വേറെ ഒത്തിരി ടാസ്ക് ഒക്കെ ചോദിച്ചതിന് ശേഷം അറ്റ് ലാസ്റ്റ് പേഷ്യനോട് ഹിസ്റ്ററി ചോദിക്കും. അപ്പൊ അതൊരു ലോജിക്കൽ ഫ്ലോ ഇല്ല അവിടെ അല്ലെ. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും, ഓക്കെ ലാസ്റ്റ് ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അതെന്തായി അവിടെ ആപ്റ്റ് അല്ല. അപ്പൊ നിങ്ങൾ ഒരു ലോജിക്കൽ ഫ്ലോ ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു സ്ട്രക്ചർ. ഈ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ഓക്കെ ഫസ്റ്റ് ഞാൻ ഇന്നതാണ് ചോദിക്കേണ്ടത്, നെക്സ്റ്റ് എനിക്ക് ഇന്നത് ചോദിക്കാം, ആ ഒരു ഐഡിയ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതായത് സീക്വൻസ് ദ ഇന്റർവ്യൂ എന്ന് പറയാം. അതായത് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ലോജിക്കലായി ഒരു ഫ്ലോയില് നമ്മൾ എങ്ങനെ അത് സ്ട്രക്ചറൈസ് ചെയ്യുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ മേക്ക് ദ ടോപ്പിക് ചേഞ്ചസ് ക്ലിയർ. അതായത് നമ്മളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പം നമ്മളിപ്പോ ഒരു എക്സസൈസ് പാറ്റേൺ അല്ലെങ്കിൽ എക്സസൈസിനെ കുറിച്ചാണ് സംസാരിച്ചത്. നെക്സ്റ്റ് നമ്മൾ ഡയറ്ററി പാറ്റേണിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പറയാം, ടിൽ നൗ വി ഹാവ് ഡിസ്കസ്ഡ് റിഗാർഡിംഗ് ഏതാണ് നമ്മളിപ്പോ സംസാരിച്ചത് എക്സസൈസ് പാറ്റേൺ. നൗ ഐ വാണ്ട് ടു നൗ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് മോർ റിഗാർഡിംഗ് ഡയറ്ററി പാറ്റേൺ. ഓക്കെ, അങ്ങനെ നമ്മൾ ടോപ്പിക് ചേഞ്ച്, നമ്മൾ ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ അത് പേഷ്യന്റിന് മനസ്സിലാവണം. ഓക്കെ, ഇതുവരെ ഇതാണ് സംസാരിച്ചത്, ഇനി നമ്മൾ ഇതാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ മേക്ക് ദ ടോപ്പിക് ചേഞ്ചസ് വെരി ക്ലിയർ. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ സ്കിൽസിലെ ഫോർത്ത് ഫാക്ടർ എന്നത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. ഗ്യാതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കളക്ട് ചെയ്യാണ്, പേഷ്യന്റിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന കാര്യമാണ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഗ്യാതറിംഗിന് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇന്ററപ്ഷൻസ് ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, അതായത് മിനിമൈസ് യുവർ ഇന്ററപ്ഷൻസ്. നമ്മളിപ്പം പേഷ്യന്റ് ഇപ്പൊ ഒരു കാര്യം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഇടയിൽ കയറി ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇടുക, അങ്ങനെ ചെയ്യരുത്. പേഷ്യന്റ് ലെറ്റ് ഹിം ടോക്ക്. ഓക്കെ, പേഷ്യന്റ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതെന്താണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അയാൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. ലെറ്റ് ഹിം കംപ്ലീറ്റ്. ഓക്കെ, പേഷ്യന്റിന് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പേഷ്യന്റ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കുറച്ച് ഓക്കെ ഐ സി നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ നമ്മൾക്ക് അങ്ങനെ നമ്മളൊരു അവർ പറയുന്നതനുസരിച്ച് അങ്ങനെ റിയാക്ഷൻസ് കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ അത് കേൾക്കുന്നുണ്ട്. പേഷ്യന്റ് അപ്പൊ അതെന്ത് ചെയ്യും, എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അത് അവർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അല്ലാതെ ഇൻ ബിറ്റ്വീൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ അവരത് കംപ്ലീറ്റ് ആക്കുകയില്ല. അപ്പൊ അവിടെ ഇൻകംപ്ലീറ്റ് ആയി മാറി അവിടെ എഫക്റ്റീവ് ആവില്ല കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പൊ ക്ലോസ് എൻഡഡ് എന്ന് പറയുമ്പോൾ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ അവിടെ പേഷ്യന്റ് അധികം സ്പീക്ക് ചെയ്യാനുള്ള അവസരമില്ല. അവര് യെസ് അല്ലെങ്കിൽ നോ അത് പറഞ്ഞ് അവിടെ നിൽക്കും അല്ലെ. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, അതായത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ പേഷ്യന്റിന് കൂടുതലായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടും. ഓക്കെ, നമ്മൾ പറയില്ലേ ഇപ്പൊ കുഡ് യു പ്ലീസ് ടെൽ മി മോർ അബൌട്ട് യുവർ ഡയറ്ററി പാറ്റേൺ, അങ്ങനെ ചോദിക്കുമ്പോൾ ആ പേഷ്യന്റ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും അല്ലെ. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിൽക്കുവാണെങ്കിൽ അത് യെസ് ഓർ നോ വെച്ച് നിർത്തും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, കൂടുതൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുപോലെ ക്ലോസ്ഡ് എൻഡഡ് ചോദിക്കുന്നതിന് മുന്നേ ഓപ്പൺ എൻഡഡ് ചോദിച്ച് ഇൻ ബിറ്റ്വീൻ നമുക്ക് ക്ലോസ്ഡ് എൻഡഡ് ചോദിക്കാം, കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ പേഷ്യന്റിനെ ടോക്ക് ചെയ്യാനായിട്ടുള്ള സമയം അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. ദെൻ ഈ ഇൻഫർമേഷൻ ഗ്യാതറിംഗിൽ തന്നെയാണ് മറ്റൊരു കാര്യം, കോമ്പൗണ്ട് ക്വസ്റ്റ്യൻസ് കുറയ്ക്കുക. അത് കോമ്പൗണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 കാര്യം. അപ്പൊ നമ്മൾ പറയാണ് കുഡ് യു പ്ലീസ് ടെൽ മീ മോർ അബൌട്ട് യുവർ ഡയറ്ററി പാറ്റേൺ ആൻഡ് എക്സസൈസ് പാറ്റേൺ, ഇങ്ങനെ ചോദിക്കാന്ന് വിചാരിക്കും. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഡയറ്റിനെ കുറിച്ചും എക്സസൈസിനെ കുറിച്ചും പറയാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇട്ടത്. അപ്പൊ അവര് ഡയറ്ററി പാറ്റേൺ പറഞ്ഞു വന്ന് ചിലപ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അവർക്ക് അറിയത്തില്ല, ഓർമ്മ കാണത്തില്ല ചിലപ്പം എന്താ സെക്കൻഡ് നമ്മൾ എന്താ എക്സസൈസ് പാറ്റേൺ ആണ് ചോദിച്ചതെന്ന്. അപ്പൊ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ എക്സസൈസ് പാറ്റേണിന്റെ കാര്യം വീണ്ടും നമ്മളൊരു ക്വസ്റ്റ്യൻ ഇടേണ്ടതായിട്ട് വരും.
അപ്പൊ കോമ്പൗണ്ട് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ സിമ്പിൾ ആയിട്ട് 1 by 1 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ മതി. ക്ലിനിക്കൽ സ്കിൽസിലെ ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഗിവിംഗ്. ഇത് നമ്മുടെ കയ്യിലാണ് അല്ലെ, നമ്മളാണ് ഇൻഫർമേഷൻ കൊടുക്കുന്ന വ്യക്തി. അപ്പൊ ഇവിടെ ഓഫ് കോഴ്സ് അവിടെ ലോജിക്കൽ ഫ്ലോ വേണം. ആദ്യം തന്നെ ലോജിക്കൽ ഫ്ലോ നന്നായിട്ട് വേണം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു ഓർഡർ വേണം. അതുപോലെ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പേഷ്യന്റിനെ അവരുടെ തോട്ട്സ് ഷെയർ ചെയ്യാനുള്ള അവസരം കൊടുക്കാം. അതുപോലെ ഇൻ ബിറ്റ്വീൻ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാം. അതുപോലെ ലാസ്റ്റ് നമ്മൾ ചോദിക്കല്ലേ, ഡു യു ഹാവ് എനി ഫർദർ കൺസേൺ, ഇനി എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ഉണ്ടോ അത് ചോദിക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ ടാസ്കും കറക്റ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രാമർ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ക്ലിനിക്കൽ സ്കിൽസിൽ വരുന്നത്. റിലേഷൻഷിപ്പ് ബിൽഡിങ്, ഫസ്റ്റ് തന്നെ റിലേഷൻഷിപ്പ് ബിൽഡിങ്. സെക്കൻഡ് വൺ പേഷ്യന്റിന്റെ ഐഡിയാസ് അല്ലെങ്കിൽ കൺസേൺസ് അത് മനസ്സിലാക്കുക. ദെൻ തേർഡ് വൺ പറയുന്നത് ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസ് ചെയ്യുക നമ്മുടെ ടാസ്കിനെ. ദെൻ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഗ്യാതറിംഗ് ഇൻഫർമേഷൻ. അപ്പൊ ഇത്രയും ഈ 5 ഫാക്ടേഴ്സ് ആണ് ക്ലിനിക്കൽ സ്കിൽസിൽ വരുന്നത്. അപ്പൊ ടോട്ടൽ ഈ ക്ലിനിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ക്രൈറ്റീരിയ, അതുപോലെ തന്നെ നമ്മുടെ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ, ഇതിനെ കുറിച്ച് നല്ലൊരു അറിവുള്ള ഒരു സ്റ്റുഡന്റിന് നന്നായി തന്നെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഇതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഇത് പ്രകാരം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉള്ള ഒരു വ്യക്തിക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഈ റോൾ പ്ലേ കഴിഞ്ഞു കഴിഞ്ഞാല് ആ പേഷ്യന്റിനും നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പേഷ്യന്റ് അറിയേണ്ട എല്ലാ കാര്യം പേഷ്യന്റിന് കിട്ടി, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചു, നമ്മളും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഈ രണ്ട് സൈഡിലും സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ. അതുപോലെ ഇനി എന്തെങ്കിലും കമന്റ്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വേണ്ടി നമുക്ക് കാണുന്നവരേക്കും ബൈ ബൈ.